എൻ്റെ മോക്ക് വന്ന അവസ്ഥ ഇനി ഒരു തള്ളക്കും വരും. 40 ദിവസത്തെ പ്രതി 40 കൊല്ലത്തെ പ്രതിയായിരുന്നു എൻ്റെ മോള് പുറത്ത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തവർ. ഈ വാർത്തകൾ കേട്ടില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വെറും 39 ദിവസം ഫാത്തിമ എന്ന് പേരുള്ള 19 വയസ്സുള്ള ഒരു യുവതി ജീവനൊടുക്കിക്ക. ഒരു 19 വയസ്സ് വരെ നോക്കിണ്ടാക്കിയ ഒരു മകള് സന്തോഷത്തോടെ ജീവിച്ചിട്ട് ജീവനൊടുക്കാൻ കാരണം ഒരു വിവാഹം കഴിക്കുന്നതാണെങ്കിൽ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ എന്ത് ഉറപ്പിലാണ് വിവാഹിതരാവാൻ തയ്യാറാവുക? പല പെൺകുട്ടികളും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് മാരേജേ വേണ്ട, ഞങ്ങളൊന്ന് സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. ഇവരുടെ ലൈഫിൽ സംഭവിച്ചു ഇവർ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞ നാളെ മുതൽക്ക് ഈ ഭർത്താവ് നൗഫൽ, പിന്നെ അവരുടെ ഉമ്മ, സഹോദരി, ഭർത്താവിൻ്റെ സഹോദരി ഭയങ്കരമായിട്ടുള്ള മാനസിക പുലരൽ, മുടിക്ക് നീളം കുറവുണ്ട്, അങ്ങനെ പലതും പറഞ്ഞിട്ട് ഇവരെ പീഡിപ്പിക്കുകയാണ്. പോലെ 11 ലക്ഷത്തിൻ്റെ സ്വർണ്ണാഭരണമേ കൊടുത്തിട്ടുള്ളൂ, കൂടുതൽ തന്നില്ല, അത് കൂടുതൽ വേണം. പിന്നെ ഈ ഭർത്താവായ ഒരാൾ ഒരു കടയുടെ ഉടമയാണ് എന്ന് പറഞ്ഞിട്ടാണ് അത്ര കല്യാണം കഴിച്ചത്. നോക്കുമ്പോൾ കടയിലെ സ്റ്റാഫാണ്. ഈ ഒരു പെൺകുട്ടിനെ കഴിഞ്ഞ പെരുന്നാൾക്ക് വിരുന്ന് വന്നതാണ് വീട്ടിലേക്ക്. ആ വിരുന്ന് വന്നിട്ട് അവിടെ നിന്ന് എന്തോ ഇയാൾക്ക് ഫോണ് വന്നിട്ട് ഈ നൗഫൽ പോയപ്പോൾ പിന്നാലെ ഈ പെൺകുട്ടി ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. അതിനൊന്നും മറുപടി പറഞ്ഞില്ല. അവിടെ നിന്ന് എന്തോ പിന്നെ മെസ്സേജ് വന്നു. ആ മെസ്സേജിന് ശേഷമാണ് ഫാത്തിമ ഈ കടുങ്കൈ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി വേണം. ഞങ്ങളുടെ പെൺകുട്ടി ഒരു 39 ദിവസമേ കല്യാണം കഴിച്ച് ജീവിച്ചിട്ടുള്ളൂ, പക്ഷെ ഒരു 40 കൊല്ലത്തിൻ്റെ പീഡനം അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ വീട്ടുകാർ പറയണത്. ഞാൻ ചിന്തിക്കണതല്ല, അങ്ങനെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരും കയ്യും കാലും കെട്ടിയിട്ടില്ലല്ലോ. അവർക്ക് സ്വമേധയാൽ ഇറങ്ങിപ്പോകുന്ന സ്വന്തം ലൈഫ് തിരഞ്ഞെടുത്തൂടെ? ഇതിൻ്റെ മറുഭാഗം അവർക്കെന്താണ്, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ആകെ ആയിട്ടുള്ള 39 ദിവസം. ഇത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഏറ്റവും സങ്കടകരം ഒരു ഗർഭിണിയായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു പെൺകുട്ടി ഗർഭിണിയാണ്. ആ ഗർഭം അലസിപ്പിക്കാൻ നോക്കിയിരുന്നു വീട്ടുകാരെന്നൊക്കെ ഈ പെൺകുട്ടിയുടെ പരാതി, പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുത്തൊരു പരാതിയിലുണ്ട്. അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ ഒരു പെൺകുട്ടികളും വിവാഹത്തിന് സമ്മതിക്കാത്തൊരു സാഹചര്യം. എന്താ ദിവസവും കേൾക്കുന്നത് ഇതുപോലത്തെ വാർത്തകളാണ്. ഇവരുടെ ഈ വീട്ടുകാരുടെ പരാതി ഒന്ന് കേട്ടു നോക്കൂ. എൻ്റെ കുഞ്ഞിന് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീട്, ആ ഒരു വോയിസ് കേട്ടാൽ, അത് പൊട്ടിക്കരയെന്ന് കേട്ടാലുള്ള വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റാത്തുള്ള വിടണോ? അല്ലെങ്കിൽ ഇത്രയും 39 ദിവസമായിട്ട് ഒരു കൊച്ചു ഇങ്ങനെ ചെയ്യത്തില്ല. അവൻ നമ്മളോട് പച്ചക്കള്ളം പറയുന്നത് കടയുണ്ടെന്നും പറഞ്ഞാണ് നമ്മളോട്. ആ കടയിലെ സ്റ്റാഫായിരുന്നു അവൻ. എൻ്റെ മോക്ക് വന്ന അവസ്ഥ ഇനി ഒരു തള്ളക്കും വരും. 40 ദിവസത്തെ പ്രതി 40 കൊല്ലത്തെ പ്രതിയായിരുന്നു എൻ്റെ മോള് പുറത്ത്. നമ്മുടെ കാഴ്ചപ്പാടിൽ അവൾ വേറൊരു രീതിയിലും അവൾ പോകുന്ന കുഞ്ഞല്ല. പക്ഷെ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അതുവരെ ആ കുഞ്ഞിന് കേൾക്കേണ്ടി വന്നു. പിന്നെ 2 ആഴ്ചയായുള്ള അത് ഗർഭം ധരിച്ചിട്ട്. പക്ഷെ അവർ പറയും, അവർ ആ കുഞ്ഞിനെ അലസിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവർ നോക്കി. അവളവിടെ ശരിക്കും മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു. അവൾ പെരുന്നാളിൻ്റെ അന്ന് വൈകിട്ട് ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ വിശദമായിട്ട് ഇവരോട് പറഞ്ഞ് കുറച്ചൊക്കെ മാത്രമേ എന്നോട് സംസാരിച്ചിട്ടുള്ളായിരുന്നു. ഇത്തരമൊരു അനുഭവം നമ്മുടെ ലൈഫിലുണ്ടായാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മക്കളോട് നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? എന്ത് പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിലും അതിന് പരിഹാരങ്ങളുണ്ട്. നമുക്ക് ചില പരിഹാരങ്ങളില്ലാത്തൊരു പ്രശ്നമുണ്ട്. എൻ്റെ ഉപ്പാനെ വേണ്ടെന്ന് പറഞ്ഞാൽ വേറെ ഉപ്പാനെ ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്കെൻ്റെ ഉമ്മ വേണ്ട, വേറൊരു ഉമ്മാനെ ഇങ്ങനെ റിമോട്ടിൽ ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമില്ല. പക്ഷേ നമുക്കൊരു ഭാര്യ വേണ്ടാന്ന് പറഞ്ഞാൽ ഭാര്യനെ മാറ്റാം, ഭർത്താവ് വേണ്ടാന്ന് പറഞ്ഞാൽ ഭർത്താവിനെ മാറ്റാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അതിന് മുൻപേക്ക് തന്നെ ഇതങ്ങോട്ട് സ്വയം ജീവനൊടുക്കിയിട്ട് താനെന്തോ ഒരു വലിയ ജേതാവാണ്. ഇത്തരം വാർത്തകൾ വരുന്നതിലുള്ളൊരു ആവേശം കൊണ്ടാണോ പെൺകുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത്? പൊന്നു മക്കളെ, നിങ്ങളുടെ ആക്കിപത്ത് പോകും. ഒന്നാമത് എത്രയോ കുടുംബങ്ങളിൽ സ്ത്രീകളുടെ മാനസിക പീഡനം കാരണം ഒന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ, ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ പോകാൻ പറ്റാതെ ഒരു വീർപ്പ് വിട്ട് ജീവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട്. അവരാരും ജീവനൊടുക്കിയില്ല. കാരണം അവരെന്ത് ചെയ്യും? സന്തോഷങ്ങൾ വേറെ കണ്ടെത്താൻ ശ്രമിക്കും. അങ്ങനെ ജീവനൊടുക്കിയത് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ലൈഫ് എന്നുള്ളൊരു പാഠം അവർക്ക് ലൈഫിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതെന്താ? അത് വളർത്തിക്കൊണ്ട് വരുമ്പോൾ തന്നെ വേറൊരുത്തൻ്റെ കൂടെ ജീവിക്കേണ്ടവളാണെന്നൊരു പാഠം കൊടുത്തുക. പല ഭർത്താക്കന്മാരും ഭാര്യമാരും സൈക്കോകളാവുന്ന കാലമാണ്. വിവാഹ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മക്കൾ, പെൺകുട്ടികൾ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, വിവാഹം കഴിക്കാൻ പോണവർ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വിവാഹം കഴിച്ചവരുണ്ടെങ്കിൽ നിങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ സന്തോഷിപ്പിക്കുന്ന ഒരാൾ അപ്പുറത്ത് വേണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല.
രണ്ട് കുടുംബത്തിൽ ജനിക്കുന്ന ആളുകളല്ലേ, ഇപ്പോൾ രണ്ട് ആറ്റിറ്റ്യൂഡായിരിക്കും, രണ്ട് സ്വഭാവമാണ്, രണ്ട് പ്രകൃതമാണ്. ഒന്നിച്ച് ജീവിക്കുമ്പോൾ ഈ ആണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്, പിന്നാലെ നടന്നിങ്ങനെ ഫോൺ ചെയ്ത് അതല്ലേ ഇതല്ലേ, ഇത് ആണുങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല. അവർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കെയറിങ് അല്ല വേണം, സപ്പോർട്ടിങ് ആണ്. ഇതൊക്കെ ആദ്യം ഒന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്രീമാറ്റൽ ക്ലാസ്സിനൊക്കെ ഒന്ന് പോകണം. നിങ്ങളുടെ മക്കളെ വിവാഹത്തിന് അയക്കുമ്പോൾ നിർബന്ധപൂർവ്വം നിങ്ങൾ അവരൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയിട്ട് പോയി ഒരു കൗൺസിലർ അടുത്ത് പോയാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ ഒരു സാധനങ്ങളൊക്കെ. വേറെ ഒരു വിഷയമുണ്ട്, ഇയാൾക്ക് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ ഈ പെൺകുട്ടി ആരോപിക്കുന്നുണ്ട്. ആ ആരോപണത്തിൽ എത്ര കണ്ട് സത്യസന്ധത എനിക്ക് പറയാൻ പറ്റില്ല. കാരണം പല സ്ത്രീകളും ചെയ്യുന്നുണ്ട്, ഭർത്താവ് ആരുടെയും ഫോൺ ചെയ്താൽ അല്ലെങ്കിൽ അവർ ഫോൺ ചെയ്യുമ്പോൾ ബിസിയാണെങ്കിൽ പിന്നെ അവർ രണ്ടാമത് ആരോപിക്കുക ആരോടെങ്കിലും ബന്ധമുണ്ട്. ഇനിയിപ്പോൾ അവർ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ആരോടെങ്കിലും സൗഹൃദമോ എന്തൊക്കെ ഉണ്ടെങ്കിൽ അവരപ്പോഴേക്കും അതങ്ങോട്ട് കോട്ട കിട്ടുമോ, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ആരോപണത്തിൻ്റെ മറുഭാഗം നമുക്കറിയാത്തത് കൊണ്ട് നമ്മളിവിടെ ജഡ്ജ്മെൻറ്റിലൊന്നും നിൽക്കില്ല. നമ്മുടെ മകളെ കല്യാണം കഴിപ്പിച്ച് അയച്ചത് കൊണ്ട് മാത്രം ഒരു പെൺകുട്ടി ജീവനെടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും വീട്ടിലൊരു പ്രശ്നം ഈ അമ്മായിമ്മയും നാത്തൂന് എന്ന് പറയാം സഹോദരി, ഇതൊരു പ്രശ്നമായിട്ട് എങ്ങനെയാണ് മാറുന്നത്? വരുന്ന പെൺകുട്ടി തൻ്റെ സഹോദരൻ്റെ ഭാര്യയാണെന്ന് നാത്തൂന് മനസ്സിലാക്കണ്ടേ? ഇത് തൻ്റെ മകൻ്റെ ഭാര്യയാണെന്ന് അമ്മായിമ്മ മനസ്സിലാക്കണ്ടേ? ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയാണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും കൂടി പ്രശ്നമാകുമ്പോഴാണ് കുടുംബം താറുമാറാവുന്നത്. ഒരാൾ മാത്രം പ്രശ്നമായിട്ടല്ല. നമ്മുടെ മക്കൾക്ക് ഈ ഗതി വരരുത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മോളെ ഈ വാതിൽ എപ്പോഴും ഓപ്പണാണ്. നിനക്ക് ഇവിടെ റൂമുണ്ട്, സൗകര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിനക്ക് എപ്പോഴും ഇവിടെ സ്ഥാനമുണ്ട്. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വരണ്ട. കല്യാണം കഴിഞ്ഞ് 39-ാം ദിവസം തന്നെ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് അത്രയും മനസ്സ് ദൗർബല്യമുള്ളൊരു കുട്ടിയാവട്ടോ. പാവം, അള്ളാഹു ആ കുട്ടിക്ക് പുറത്തു കൊടുക്കട്ടെ. ഒരു പെൺകുട്ടിയുടെ വാർത്ത ഞാൻ കേട്ടു. പുതിയൊരു വീടൊക്കെ വെച്ചിട്ട് ആ വീട്ടു താമസം കഴിഞ്ഞ് ആഴ്ചകളെ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും ആ പെൺകുട്ടി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് സംഗതി അവസാനിപ്പിച്ചു. ആ പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറ്റാലോ. എല്ലാ പ്രശ്നങ്ങളും നോക്കുങ്ങൾ വേറൊരാളോട് ഒരു ബന്ധം ഉണ്ടായി എന്നുള്ളൊരു ആരോപണവും മറ്റൊക്കെയാണ് വരിക. ബന്ധങ്ങൾ എപ്പോഴും സുതാര്യമാക്കണം, നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാവണം. അതൊക്കെ ഇല്ലെങ്കിൽ ലൈഫ് പോയി. ചിലർ ഇങ്ങനത്തെ വാർത്ത കേട്ടാൽ പ്രണയവിവാഹമാണ് നല്ലത്, അതാകുമ്പോൾ മനസ്സിലാക്കാറുള്ളത്. ഏറ്റവും കൂടുതൽ അടി നടക്കുന്നതും ഡിവോഴ്സിലേക്ക് എത്തുന്നതും പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതും പ്രണയവിവാഹമാണ്. പ്രണയിക്കണ സമയത്ത് കുഴപ്പമില്ല, പക്ഷേ കല്യാണ ശേഷം പിന്നെ ഈ പ്രണയിക്കണ സമയത്തുള്ളൊരു ഇൻട്രസ്റ്റിംഗ് അല്ല പിന്നെ ഉണ്ടാവുക. അല്ലാത്ത മാരേജും ഇങ്ങനെ തന്നെ അവസ്ഥ. അപ്പോൾ ഇത് ഇന്നിഷ്ടപ്പെടുന്ന രീതിയിൽ ആളുകൾ പെരുമാറാവും. ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. എല്ലാവരും നമ്മൾ സംതൃപ്തിപ്പെടുത്തണമെന്നുണ്ടോ? ജീവിക്കാൻ അറിയാത്തൊരു സമൂഹമായിട്ട് മാറി. വിവാഹത്തിന് മുൻപ് മക്കൾ പെൺകുട്ടികളോട് നമ്മൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക. ആൺകുട്ടികൾക്ക് ഈ പ്രശ്നം അധികം ഇല്ല. മക്കളെ നിന്നെ വിവാഹം കഴിപ്പിച്ചയക്കാണ്, നിന്നെ ഇവിടുന്ന് ഓടിച്ചു വിടില്ല, ഇത് നിൻ്റെ വീട് തന്നെയാണ്, നിനക്ക് ജന്മം നൽകിയ വീടാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മോളിങ്ങോട്ട് പോരേണ്ടി, അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട. പ്രശ്നങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിലിങ്ങിന് പോയിട്ട് പരിഹാരം കാണാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ അങ്ങനെയൊക്കെ ഇടങ്ങറായിട്ട് ചെയ്തതല്ലേ എന്നൊന്നും കരുതണ്ട. വീട്ടുകാരോട് നിങ്ങൾ സംസാരിച്ചിട്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുന്നതാണെങ്കിൽ കാണാം. അല്ലെങ്കിൽ ലൈഫിൽ സന്തോഷം, മനസ്സമാധാനം ഉണ്ടാക്കുക. ഈ ഭർത്താവ് ഉണ്ടെങ്കിലാണോ മനസ്സമാധാനം, എന്നാൽ കൂടെ ജീവിക്കുക. ഭർത്താവ് ഇല്ലെങ്കിലാണോ മനസ്സമാധാനം കിട്ടണത്, ഒഴിവാക്കി പോവുക. മനസ്സമാധാനമാണ് നമുക്ക് വേണ്ടത്. അതിന് പകരം ജീവനെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഞാനിന്ന് ചോദിക്കുന്നൊരു ചോദ്യം ഒരു ഭരണാധികാരിയെക്കുറിച്ചാണ്. ഈ ഒരു ഭരണാധികാരി 2.5 വർഷം മാത്രമാണ് നാട് ഭരിച്ചത്. ഉമവി ഭരണകൂടത്തിലെ പ്രസിദ്ധനായ ഒരു ഭരണാധികാരിയാണ്. ഈ ഭരണാധികാരി ആരാണെന്നതാണ് ഒരു ചോദ്യം. ഞാൻ കുറച്ച് സവിശേഷതകൾ പറയാം. ഇദ്ദേഹം ഭരണത്തിലേറിയ സമയത്ത് ആ നാട്ടിലുള്ള ചാരപ്രവർത്തനങ്ങൾ, അതായത് മുൻ സർക്കാരുകൾ സ്വന്തം ജനതയെ വിശ്വാസമില്ലാതെ ആരെങ്കിലും റിബലുകളായിട്ട് സർക്കാരെതിരെ തിരിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചാരന്മാരെ വെച്ചിട്ട് ആളുകളെ പീഡിപ്പിച്ചിരുന്നു. അതിൽ ഈ ഒരു അലവിയാക്കൾ, ഷിയ പക്ഷക്കാർ, ഇവരൊക്കെ ആയിരുന്നു അന്നത്തെ റിബലുകൾ. അങ്ങനെ അത്തരം റിബലുകളെ അടിച്ചമർത്തുന്ന രീതികളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവരോടും സ്നേഹത്തോടു കൂടി കണ്ടൊരു ഭരണാധികാരിയാണ് ഈ ഒരു ഭരണാധികാരി. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ്. പിന്നെ ഇദ്ദേഹത്തിനൊരു കുടിലായിരുന്നു. അദ്ദേഹം ഒരു ഈ കൊട്ടാരത്തിൻ്റെ സമ്പന്നതയിൽ ജീവിക്കുന്ന ഒരാളല്ല. സ്വന്തം അധ്വാനം കൊണ്ടൊരു കുടില് പോലെ കിട്ടിയിട്ട് അതിലാണ് ഈ ഭരണാധികാരി ആയപ്പോൾ അദ്ദേഹം മാറി താമസിച്ചത്. ഭരണാധികാരി ആകുന്നതിന് മുൻപ് അദ്ദേഹം ഒരു രാജകുമാരനായിരുന്നു. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ളൊരു ഭരണാധികാരി. പക്ഷേ 2.5 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ആളുകൾ തന്നെ കൊന്നുകളഞ്ഞു. അദ്ദേഹം എന്നും രാത്രി പാല് കഴിച്ചിട്ടായിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. ഇത് മനസ്സിലാക്കിയ കൊട്ടാരത്തിനുള്ളിലെ ആളുകൾ ഈ ഒരു ഭാര്യ കൊടുക്കുന്ന പാലിൽ വിഷം ചേർത്തിട്ട് ഇതറിയാതെ ഭാര്യ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. അങ്ങനെ വിഷം കഴിച്ചിട്ടാണ്, അറിയാതെ ചതിയിൽ അകപ്പെടുത്തിയിട്ടാണ് ഈ ഭരണാധികാരിയെ കൊന്നുകളഞ്ഞത്. 2.5 വർഷം നാട് ഭരിച്ചപ്പോഴേക്കും ആ നാട് സമ്പൽ സമൃദ്ധമായിട്ട് മാറി. ഒരുപാട് മാറ്റങ്ങൾ നാടിനുണ്ടാക്കി. ആദ്യമായിട്ട് മസ്ജിദുൽ ഹറം വികസിപ്പിച്ച ഒരു ഭരണാധികാരി കൂടിയാണ് ഇദ്ദേഹം. ഇങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട്.
ഇപ്പോൾ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഫാത്തിമ എന്നാണ്. പിന്നെ ഇദ്ദേഹത്തിന് 5ാം ഖലീഫ എന്ന പേരിലാണ് ചരിത്രത്തിലൊരു വിഭാഗം ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് ഈ ഭരണാധികാരി ആരാണെന്ന് നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു 5ാം ഖലീഫ എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട ഈ ഉമയ്യ ഭരണകൂടത്തിലെ ഈ മികച്ച ഭരണാധികാരിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.